ബിസിനസ് പ്ലാനിൻ്റെ രണ്ടാമത്തെ കോമ്പനൻ്റാണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ടാഗ് ലൈൻ? നിങ്ങളുടെ സ്ഥാപനത്തിനെ വിശദീകരിക്കുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഒരു വാക്കോ ഒരു സെൻറ്റൻസോ ആവാം എന്നാണ്. ഒരു ടാഗ് ലൈൻ കണ്ടാൽ ഇവർ എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത്, ഇവർ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു വാക്യമാണ് ടാഗ് ലൈൻ. വളരെ ചെറുതാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലോകത്ത് പ്രശസ്തമായ കമ്പനികളുടെ ചിലതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. നൈക്കിൻ്റെ ടാഗ് ലൈൻ ജസ്റ്റ് ഡു ഇറ്റ് എന്നാണ്. അതായത് ആക്ഷനിലേക്ക് പ്രാധാന്യം കൊടുക്കുന്ന കമ്പനിയാണ്. എന്തുകൊണ്ടാണ്? അവർ മൂവ്മെൻറ്റുകളെ, അതായത് അത്ലറ്റുകൾ എന്നൊക്കെ പറയുന്നത് മൂവ്മെൻറ്റിൻ്റെ പ്രതീകമാണ്, പ്രവൃത്തിയുടെ പ്രതീകമാണ്. അപ്പോൾ അതാണ് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ടാഗ് ലൈൻ അവർ ഉപയോഗിക്കുന്നത്. ഇനി ആപ്പിൾ, ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കമ്പനി ആപ്പിൾ, തിങ്ക് ഡിഫറെൻറ്റ്. ശരിയല്ലേ? നോക്കൂ, അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും ആരും സങ്കല്പിക്കാൻ പറ്റാത്ത വ്യത്യസ്തമായ സാധനങ്ങളാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തിങ്ക് ഡിഫറെൻറ്റ് ആപ്പിളിൻ്റെ ടാഗ് ലൈൻ. മെർസിഡസ് ബെൻസിൻ്റെ ടാഗ് ലൈൻ എന്താ? ദ ബെസ്റ്റ് ആർ നത്തിങ്. ഏറ്റവും മികച്ചത് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? ബെൻസിനെ എന്തുകൊണ്ട് ആളുകൾ ഇത്രയും ആരാധിക്കാൻ കാരണം ചോദിച്ചാൽ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇനി BMW കാര്യം നോക്കാം. അതിന് അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്നാണ് വിളിക്കുക. ഡ്രൈവ് ചെയ്യാൻ ലോകത്ത് ഇത്രയും സുന്ദരമായൊരു വാഹനമില്ല എന്നാണ് BMW കുറിച്ച് ആളുകൾ പറയുക. നെസ്ലയുടെ ടാഗ് ലൈൻ നോക്കൂ, ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്നാണ്. നല്ല ഭക്ഷണം നല്ല ജീവിതം. അപ്പോൾ നെസ്ലെ ഒരു തുണിക്കച്ചവടം അല്ലാന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതാണ് അവരുടെ ഒരു ടാഗ് ലൈൻ. സാംസങ്ങിൻ്റെ ടാഗ് ലൈൻ നോക്കൂ, ഇൻസ്പയർ ദ വേൾഡ് ക്രിയേറ്റ് ദ ഫ്യൂച്ചർ എന്നാണ്. അവർ സ്മാർട്ട് ഫോണൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർ ലോകത്തുണ്ടാക്കിയ ഒരു വിപ്ലവം നല്ലതാണ്. അപ്പോൾ ഇൻസ്പയർ ദ വേൾഡ് ആൻഡ് ക്രിയേറ്റ് ദ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ വിശദീകരിക്കുന്ന ഒരു വാക്യമാണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്.